നമുക്ക് ഈ പാർട്ടി മറ്റേ പാർട്ടിയിലോട്ട് കാല് മാറിയാലേ നമുക്ക് ദിവാകരൻ സാറിനോട് എന്റെ മകന്റെ ഒരു ജോലിക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മാവാ, ഈ ജോലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വടക്കേ ഇന്ത്യൻ മുതലാളിത്ത സാമ്രാജ്യത്തെ ഫ്യൂഡലിസ ജനറേഷൻ ക്യാപ്പ് മാറിയാലേ നമുക്കിവിടെ രക്ഷയുള്ളൂ. അതുകൊണ്ട് അമ്മാവന്റെ മോനെ ജപ്പാനിലോട്ടയക്ക്. നമ്മുടെ ഈ മുടിഞ്ഞ നാട്ടിൽ കിടന്ന് അവന്റെ ഭാവി നശിപ്പിക്കരുത്. വെന്തുകൊണ്ടിരിക്കുകയാണ് ടു ഇന്ത്യ. ജപ്പാനിലൊക്കെ പോണെങ്കിൽ ഒരുപാട് കാശ് വേണ്ടേ മക്കളെ? ഒന്നും വേണ്ട, ഒരു പാസ്പോർട്ട് വേണമെങ്കിൽ ചെറിയൊരു വീസ അല്ല വിസ. വിസയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ചാക്കലിന്റെ വിസ്കി, ജപ്പാൻകാരനാ. അവന്റെ മഞ്ഞപ്പിത്തൊക്കെ മാറി. കമ്പനി ഞങ്ങൾ ഉപരിപഠനത്തിന് അയച്ചിരുന്നപ്പോ പരിചയപ്പെട്ടത്. എന്തൊരു തങ്കമായ മനുഷ്യനാണെന്നറിയോ, 22 ക്യാരറ്റ്. അയ്യോ, എന്നാ എന്റെ മക്കളെ, എന്റെ മോൻ എങ്ങനെങ്കിലും ഇവിടെ ഒരു ജോലി ശരിയാക്കി കൊടുക്കാം. എടാ വാസു, നീ നാളെ തന്നെ ചാക്ലേറ്റ് വിസ്കിക്ക് ഒരു കമ്പി അടിക്കണേ. പറ്റത്തില്ല. കമ്പി അടിച്ച് അവിടെ കിട്ടണ്ടേ എന്നാ? എന്തുകൊണ്ട് കിട്ടൂലേ? അവിടെ ദിവസവും ചാക്ലേറ്റ് വിസ്കിയുടെ കയ്യിൽ എത്ര കമ്പികളാണ് കിട്ടുന്നറിയോ? ഓ, അപ്പൊ നമ്മുടെ കമ്പി അതിന്റെ അടിയിൽ പോയിരിക്കും. അതുകൊണ്ട് ഫോണോഗ്രാം അയക്കാം. അതാവുമ്പോ ചാക്ലേറ്റ് വിസ്കിയുടെ കയ്യിൽ നേരിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാ മക്കൾ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്താണെന്ന് വെച്ചാ ചെയ്യാം. ദൈവം നിങ്ങളെ രക്ഷിക്കും മക്കളെ. വാട്ട് ഈസ് ദിസ്? ഞങ്ങൾ അത്തരക്കാരാണെന്നാണ് വിചാരിച്ചത്. മണി നോ പ്രോബ്ലം അറ്റ് ആൾ. പണത്തിനേക്കാൾ വലുതാണല്ലോ അമ്മാവാ സ്നേഹബന്ധം. ജപ്പാനിലാണെങ്കിൽ പണത്തിന് ഒരു വിലയില്ല. പുഴയിലും കായലിലും ഒക്കെ കറൻസി ഇങ്ങനെ ഒഴുകി നടക്കുക. ചൂണ്ടയിട്ടാ കിട്ടുന്നത് കറൻസിയാണ്. അതുകൊണ്ട് അവിടെ ആരും മീൻ പിടിക്കാറില്ല. അതുകൊണ്ട് അമ്മാവൻ ഫോണോഗ്രാമിന്റെ പൈസ മാത്രം തന്നാ മതി. അല്ലേ? അതിന് എത്ര രൂപയാവും മക്കളെ? അതിന് ഇവിടെ നേരെ ത്രൂ ഫോണോഗ്രാം അല്ലേ? സ്ട്രൈറ്റ് 210 രൂപ 95 പൈസ. മകന്റെ ജോലിക്ക് വേണ്ടി ഭാര്യയുടെ വള പണയം വെച്ച കാശ. കഷ്ടമായി. എന്നാലും ജോലിയാണല്ലോ പ്രധാനം. ഇതാ 210 രൂപ. അമ്മാവാ, ഇക്കാര്യം പുറത്താരോടും പറയും. അറിഞ്ഞ എല്ലാരും ജപ്പാനിൽ പോണെന്നുള്ള പുറകെ കൂടും. അമ്മാവനായതുകൊണ്ട് ഞങ്ങൾ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി അമ്മാവൻ പോയിക്കോട്ടെ. അമ്മ ഇനി എന്തിനാ ആവശ്യമില്ല. ആരടാ പോയത്? ദിവാര സാറിനെ കാണാൻ വന്ന. ജോലി ചെയ്യുന്ന മറ്റേ പണി ദിവാര സാറത്തുണ്ടോ? ഉണ്ടല്ലോ, അകത്തുണ്ട്. ഇപ്പൊ അന്വേഷിച്ചുള്ളൂ. ഏട്ടാ, നീ ആള് മിടുക്കനാണല്ലോ. ചാക്കിലിട്ട വിസ്കിക്ക് ഫോണോഗ്രാം കൊന്തോ. ഇതെന്ത് വിസ്കിയാടാ? എന്റെ നല്ല നോട്ടം. ഗുഡ് മോർണിംഗ്. ദിവാകരേട്ടനോ? എനിക്ക് എന്താണ് പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? നാട്ടുകാരുടെ പ്രശ്നങ്ങളല്ലേ, വരാതിരിക്കാൻ പറ്റുമോ? നാട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്താണാവോ ചെയ്യേണ്ടത്? ഇവിടെ ഡിമാൻഡ്സ് വെച്ചെന്നോ തീരുമാനങ്ങളൊന്നും ആയില്ലെന്നോ ഒക്കെ പറയുന്ന കേട്ടു. എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. രാജ, എന്താണെന്ന് വെച്ചാ കൊടുത്ത് അതങ്ങ് സോൾവ് ചെയ്തേക്ക്. അല്ല, ദിവാകരേട്ടൻ എന്താ ഇക്കാര്യത്തിൽ എത്ര താല്പര്യം? ആ സലീമുണ്ടല്ലോ, അവൻ വന്ന് പറഞ്ഞുകൊണ്ടാ. അവൻ ആള് റിബല, നീ സൂക്ഷിക്കണം. ഇതൊക്കെ പറയാനാണല്ലോ ഒരു സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വേണുവിന് സെക്രട്ടറി ആക്കിയതിൽ ഒരു വിഭാഗം തൊഴിലാളികൾക്ക് എതിർപ്പുണ്ട്, പ്രത്യേകിച്ചും സലീമിന്. ഏതായാലും എന്റെ മധ്യസ്ഥതയിൽ നമുക്ക് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കണം. സോറി, എനിക്കതിൽ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റൂ രാജ. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് എന്റെയും കൂടെ പ്രശ്നമാണെന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. നമ്മൾ തമ്മിലുള്ള ബന്ധം അതല്ലേ. ക്ഷമിക്കണം, ഇവിടുത്തെ തൊഴിൽ പ്രശ്നം മാനേജ്മെന്റും തൊഴിലാളി പ്രതിനിധികളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതിൽ രാഷ്ട്രീയക്കാരൻ നിരം പകരുന്നത് എനിക്കിഷ്ടമല്ല. ഓഹോ, അപ്പോൾ നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അല്ലേ രാജ? എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് എന്നെ ആവശ്യം വരും. അന്നേ രാഷ്ട്രീയക്കാരന്റെ നിറത്തിന്റെ വില എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. അന്ന് സാറല്ലേ പറഞ്ഞു വേണു നല്ലവരാണെന്ന്. ഇപ്പൊ എന്തായി? ആദ്യം എനിക്കും അങ്ങനെയാ തോന്നിയത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അവൻ രാജേന്ദ്രന്റെ കയ്യിലെ വെറും പാവയാണെന്ന്. ഒരിക്കലും രാജേന്ദ്രൻ എന്നോട് ഇത്ര ധിക്കാരമായിട്ട് പെരുമാറിയിട്ടില്ല.
നിങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് വരെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ അവൻ ആ വേണു കൂടെയുള്ളതിന്റെ അഹങ്കാരമാണ് അവന്. അളിയനാവാൻ പോവല്ലേ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ നിർത്തത്. അപ്പോൾ കേൾക്കാൻ ആരും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കും. ഈ ഇട്ടിരിക്കുന്ന വില കുറഞ്ഞ വസ്ത്രത്തിന്റെ വില അവൻ അറിയില്ല. ഇനി ഇങ്ങനെ കാത്തിരിക്കാൻ എന്നെ കിട്ടില്ല. ഞങ്ങൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. സലീം, അങ്ങനെ എടുത്ത് ചാടരുത്. സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ പറയാം. എന്തു തന്നെ വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത് വാക്കാണോ? ഇത് തീർച്ച. എന്നാ ഞാനിപ്പോ പോന്നു. ഞങ്ങൾ പോട്ടെ. രാജാ, ഞങ്ങൾ ഡിമാൻഡ്സിന്റെ കാര്യം എന്തായി? പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു വരുന്നു. പിന്നൊരു കാര്യം, നിങ്ങൾ അന്നേരം ആ ദിവാകരനെ മീഡിയേറ്റർ ആയിട്ട് എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് എനിക്ക് അയാളുടെ സംസാര രീതി ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളാരും പറഞ്ഞയച്ചില്ലല്ലോ. എന്തൊക്കെയാ നിങ്ങൾ ഡിമാൻഡ്സ് പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ ഫാക്ടറി പൂട്ടിയിടേണ്ടി വരും. ഏയ്, അങ്ങനൊന്നുമില്ല. മിനിമം ഡിമാൻഡ്സ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. കൊള്ളാം. ഇതാണോ മിനിമം ഡിമാൻഡ്സ്? റോ മെറ്റീരിയൽസിനൊക്കെ ദിനം പ്രതി വില കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എക്സൈസ് ഡ്യൂട്ടി, കറണ്ട് കട്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ എല്ലാ ഡിമാൻഡ്സും ഞാൻ അംഗീകരിച്ചു തന്നില്ലേ? ഇക്കൊല്ലം കമ്പനി വളരെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റിനോടല്ല, പിന്നെ ആരോട് ചോദിക്കാനാ? ഏതായാലും ഉടനെ ഒരു തീരുമാനം എടുക്കണം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നീയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ ചോദ്യം തന്നെ അവർ എന്നോട് ചോദിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നീ അവരോട് പറഞ്ഞു മനസ്സിലാക്കണം. അവരോട് ഞാനിപ്പോ എന്ത് പറഞ്ഞാലും വിലപ്പോവില്ല. നിന്നോട് ആര് പറഞ്ഞു ഈ പുലുവായിലൊക്കെ പോയി തലയിടാൻ? രാജാ, നീ ഒരു തൊഴിലാളിയാണെങ്കിൽ അവരുടെ വികാരം നിനക്ക് മനസ്സിലാവും. എത്രയും വേഗം ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിനക്കെതിരായിട്ട് എനിക്ക് നീങ്ങേണ്ടി വരും. ഭീഷണിയാണോ? ഭീഷണിയുടെ മുമ്പിൽ രാജൻ തലകുനിക്കില്ലെന്ന് നിനക്കറിയില്ലേ? ഭീഷണിയല്ല, 100 കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അത് കണ്ടില്ലെന്നടിക്കാൻ എന്നെ കൊണ്ടാവില്ല. വേണോ? മനസ്സിലായോ നിങ്ങളുടെ നേതാവ് മുതലും തമ്മിലുള്ള ബന്ധം? ഞാൻ അന്നേ പറഞ്ഞാണ് സെക്രട്ടറി ആക്കരുതെന്ന്. അപ്പൊ ആരും കേട്ടില്ല. നാളെ തന്നെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടി ഇതിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം. അല്ലെങ്കിൽ മുമ്പ് രണ്ടും കൂടി ചേർന്ന് നമ്മളെ കുഴങ്ങലിപ്പിക്കും. ഇന്നെന്താ വേണോങ്കിൽ ഫ്രണ്ട് സീറ്റിലിരുന്നേ? അങ്കിൾ മിനിമോളുടെ പെണ്ണുക്കോ ആണോ? അങ്കിൾ, ഈ അങ്കിൾമാർക്ക് എന്ത് പറ്റി? അങ്കിൾ, വേണോങ്കിൽ എന്താ മിണ്ടാത്തെ? പറയൂ അങ്കിൾ. ഒന്ന് ചുമ്മാ വരണ പോ. വേണു, നീ എവിടെ പോന്നു? നീ വാ, അകത്തേക്ക് വരാൻ. അല്ലേ, നിങ്ങളെന്താ ആരാരൊന്നും ഉണ്ടായിരിക്കുന്നത്?
ചോദിച്ചത് എന്താ ഉണ്ടായെന്ന്. എന്താണ് രണ്ട് മരവട്ടിക്കാതെ കാക്കയെ പോലെ ഇരിക്കുന്നത്? എന്താ ഉണ്ടായത്? മോളെ എന്താ ഉണ്ടായത്? മോള് പറ. മുത്തശ്ശി, കാറ് വെച്ച് രണ്ടുപേരും എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ ചോദിച്ചപ്പോ അങ്കിൾ എന്ന് വഴക്ക് പറഞ്ഞു. അതെന്താടാ രാജ? അവനോട് ചോദിക്കും. വേണു, എന്താടാ? എന്താ ഉണ്ടായെന്ന് അവന് പറഞ്ഞൂടെ? കല്യാണം കഴിഞ്ഞ് 2-3 കുട്ടികളാണ്ട് പ്രായമായി, എന്നിട്ട് കുട്ടികളെ മാറിയിട്ടില്ല. അമ്മ ഉണ്ടായത് എന്താന്ന് ഞാൻ പറയാം. ഞങ്ങൾ ഡിമാൻഡ്സിന്റെ കാര്യം പറഞ്ഞവന് ഇഷ്ടപ്പെട്ടില്ല. ഇവല്ല നേതാവിന്റെ സ്വരത്തിലാണ് എന്നോട് ചോദിച്ചത്. ആഹാ, ഇത്രയുള്ള കാര്യം. അവന് പറയാനുള്ളത് അവൻ പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് നീയും പറയണം. അതിന് രണ്ടുപേരും കൂടി മുഖം വീർപ്പിച്ചിരുന്നാലോ? ഇന്ന് അവൻ കാറിന്റെ ബാക്കിൽ കയറാതെ ഫ്രണ്ട് സീറ്റിലായിരുന്നു. അതമ്മ ചോദിച്ചു നോക്കിയേ. ഞാൻ ഫ്രണ്ട് സീറ്റ് ഇരുന്നപ്പോ ഇവന് പറയാറുന്നല്ല പുറകെ വന്നിരിക്കാൻ. രണ്ടും പോത്ത് പോലെ വളർന്നല്ലോ. നാളല്ലേ വഴക്കിടാൻ? വെരി ഗുഡ്. എനിക്ക് വാ കാപ്പിടിക്കാൻ. ഓ, ഇന്ന് ഞാനും കവിതയും കൂടി ജോസിയുടെ വീട്ടിൽ പോയിരുന്നു. അടുത്ത മാസം 22-ാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ സമ്മതം ഒന്നും ചോദിക്കാതെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. വെരി ഗുഡ്. വേണു, നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? അവന് സമ്മതമാണ്, പിന്നെ എനിക്കെന്തിനാ അഭിപ്രായ വ്യത്യാസം? എന്നാ നീ ചെന്ന് അമ്മയോടും സിന്ധുവിനോടും ഈ വിവരം അങ്ങ് പറഞ്ഞേക്ക്. അപ്പൊ ഞാൻ വരട്ടെ? ശരി. മോളെ വരട്ടെ. പറഞ്ഞ കാര്യം ഓർമ്മ വേണം. മുത്തശ്ശി, ആരുടെ കല്യാണക്കാരിയാ പറഞ്ഞത്? മോളുടെ കല്യാണക്കാര്യം. ഇപ്പോഴോ? നമുക്ക് കല്യാണം കഴിക്കണ്ടേ? ഇപ്പൊ വേണ്ട മുത്തശ്ശി, പരീക്ഷ കഴിഞ്ഞിട്ട് മതി. മിടുക്കി. സിന്ധു, എടി സിന്ധു. എന്താ ചേട്ടാ? എടി ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ഇനി മേലാ നീ രാജിനെ കണ്ടുപോകരുത്. ചേട്ടാ, എടി അവനിവിടെ വരുന്നത് എന്നെ കാണാനോ അതോ നിന്നെ കാണാനോ? ചേട്ടൻ എന്താ നീ പറയുന്നത്? അവനിവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. എന്തിനാണ് അവള് കരയുന്നത്? അമ്മേ, ഇവളെ ഇനി ഇങ്ങനെ നിർത്താൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇവിടെ വിവാഹം ഞാൻ ഉറപ്പിച്ചു. ഈ മാസം 22-ാം തീയതി ഒരു നല്ല മുഹൂർത്തമുണ്ട്. വരൻ ആരാണെന്ന് അറിയണ്ടേ? രാജേന്ദ്രൻ. നേരാണോ? അതെമ്മേ. അപ്പഴേ സാറേ, ഇനി ഈ ഓട്ടവും ചാട്ടവും മരത്തേക്കേറ്റവും ഒക്കെ അങ്ങ് നിർത്തണം. ആ രാജേന്ദ്രന്റെ ഒരു ഗതികേട്.
മുല്ലപ്പൂവണിയും പ്രിയതേ തുള്ളിത്തേനണിയും മഹിതേ ഇനിയും ഈ നാണത്തിൻ മുഖപടം എന്തിനോ മുല്ലപ്പൂവണിയും പ്രിയതേ തുള്ളിത്തേനണിയും മഹിതേ ഇനിയും ഈ നാണത്തിൻ മുഖപടം എന്തിനോ തുഹിനം മൂടിടും തലം ഹരിണം മേഞ്ഞിടും തടം താരമ്പൻ തഴുകും താരിനിടയിൽ നിൻമുഖം ഇതാ ഇതാ നമ്മൾ തിരഞ്ഞൊരിടം ഇതാ ഇതാ ഇരു ഹൃദയലയം ഉല്ലാസത്തിരകളിൽ മുങ്ങിടുമ്പോൾ വിടരൂ വീണ്ടും വിടരൂ എന്റെ ചൊടികളിൽ നീ ഉലകം കൊണ്ടു നീ പൊതിയുകൻ രജനികൾ മുല്ലപ്പൂവണിയും പ്രിയതേ തുള്ളിത്തേനണിയും മഹിതേ ഇനിയും ഈ നാണത്തിൻ മുഖപടം എന്തിനോ മിഴികളെയ്തിടും ശരം കവിളിൽ തിങ്ങിടും നിറം തൊടാതെ ചുവക്കും നെയ്യിലമരും എന്നകം ഇതാ ഇതാ സ്വപ്നം വിളയുമിടം ഇതാ ഇതാ സ്വർഗമരുളും സുഖം ഉന്മാദം സിരകളെ പുൽകിടുമ്പോൾ പകരൂ വീണ്ടും പകരൂ നിന്റെ തിരുമധുരം ഹരിതം കൊണ്ടു നീ പൊതിയുകൻ നാളുകൾ മുല്ലപ്പൂവണിയും പ്രിയതേ തുള്ളിത്തേനണിയും മഹിതേ ഇനിയും ഈ നാണത്തിൻ മുഖപടം എന്തിനോ ലലലാ 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 la 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 ഓഹോ സാർ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നല്ലോ. വെരി ഗുഡ്. വാ ഒന്ന് വല്ല ഉണമ്പി തടി. ആ ഓക്കെ, ഞാൻ വന്നോളാം. റൈറ്റ്. ആ ദിവാരണോ ഇരിക്കും. രാജ, വിവാഹമൊക്കെ നിശ്ചയിച്ചു എന്ന് കേട്ടല്ലോ. ആ അപ്പോ കവിതയുടെ കാര്യമോ? മനസ്സിലായില്ല. അല്ല, അവളെ രണ്ടാമതൊരു വിവാഹം കഴിപ്പിച്ചിട്ടേ നീ വിവാഹം കഴിക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഞാൻ പലപ്പോഴും നമ്മുടെ കവിതയെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. രാജ, നീ വിചാരിച്ചാൽ നിന്റെ വിവാഹത്തോടൊപ്പം നമുക്ക് കവിതയുടെ വിവാഹം നടത്താം. ആ, ഞാൻ തുറന്നു പറയാം. കവിതയെ
എനിക്കിപ്പോഴും ഇഷ്ടമാണ്. നീ വിചാരിച്ചാൽ നമുക്ക് ഈ 2 വിവാഹവും ഒരുമിച്ച് നടത്തിക്കളയാം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾക്കിനി ഒരു വിവാഹം വേണ്ടെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ കവിതയെ എന്നും ഇങ്ങനെ നിർത്താനാണ് നിന്റെ ഉദ്ദേശം? നീ അവളെ നിർബന്ധിക്കണം. വിവാഹം എന്ന് പറയുന്നത് നിർബന്ധിച്ച് ജീവിക്കാവുന്ന ഒന്നല്ലല്ലോ. ഇപ്പോൾ എന്നെ പോലൊരാളുമായിട്ടുള്ള ബന്ധം ഈ അവസരത്തിൽ നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ട് നേട്ടമേ ഉണ്ടാവും. വേണ്ട, നിങ്ങളെപ്പോലെയുള്ള ഒരാളുമായിട്ടുള്ള ബന്ധവും വേണ്ട, അതുകൊണ്ടുണ്ടാവുന്ന നേട്ടവും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളിപ്പോ ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുറച്ച് വേറെ ജോലിയുണ്ട്. എന്നാ ഞാൻ നാളെ വരാം. വേണ്ട, ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇനി മേലാലിയോടെ വരണമെന്നില്ല. നീ എന്നോട് മേലാളിയോട് വരണമെന്ന് പറഞ്ഞല്ലേ? പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, നീയും നിന്റെ അളിയനാൻ പോകുന്ന വേണുവും കൂടെ ഇവിടെ തലകുത്തി നിന്നാലും നിന്റെ ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ ഞാൻ പറയുന്നേ നടക്കാൻ പോകുന്നുള്ളൂ. നീ നോക്കിക്കോ. ഓ, നേതാവ് എന്താണാവോ പറഞ്ഞത്? ഫാക്ടറി എന്തെന്നോ ആക്കുമെന്നോ തൊരണ്ടുവെന്നോ കൊളുത്തുവെന്നോ ഒക്കെ. എടാ, നിനക്ക് നാണമില്ലല്ലോ ഈ അരവരാതി വേഷമിട്ടുണ്ടോ നടക്കാൻ? ഇത് വിട്ടോണ്ട് എത്ര നാൾ ഈ തൊഴിലാളിയെ പറ്റി ജീവിക്കും? ചോ, നിന്റെ ഒരു തൊലിക്കെട്ടി. എടാ, നിന്റെ മുന്നിൽ വെച്ചാ ഇവൻ എന്നെ അവമാനിച്ചു. നീ അത് കേട്ടുകൊണ്ടിരുന്നു. ഇതിന് നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ദിവാകരൻ എന്നല്ലടാ. ഇയാൾക്ക് ഇവിടെ നിന്ന് പോയി തരാമോ? നിന്നെയൊക്കെ ഞാൻ കണ്ടോളാടാ. ഓ, കണ്ടോ. വെരി ഗുഡ്. എടാ ദിവാര, നീ എവിടെ പോന്നു? ദിവാര, അവൻ പിണങ്ങി പോവുകയാണോ? അവന് കവിതയെ കല്യാണം കഴിക്കണം. ആഹാ, ഞാനൊന്ന് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ നടന്നോ? കവിതയുടെ കല്യാണം കഴിഞ്ഞപ്പോ അവന്റെ ഈ രോഗം മാറിയെന്നാ വിചാരിച്ചത്. അതിപ്പോഴും മാറിയിട്ടില്ല അല്ലേ?